Hi guys, welcome back to Car Garage. Car Garage ഇന്ന് വന്നിരിക്കുന്നത് എല്ലാ കൊല്ലം നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഒരു വണ്ടിക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. വാ. നമ്മളുടെ കയ്യിൽ ഇന്നുള്ള വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ KUV ആണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് മനസ്സിലാക്കാം. ക്ലസ്റ്റർ മീറ്റർ എന്തിനാ ചെക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഓഫ് ചെയ്യുന്ന സമയത്ത് ക്ലസ്റ്റർ മീറ്ററിൽ ഒന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയാം. ഓക്കെ, ജസ്റ്റ് സെൻട്രൽ ലോക്കിൻ്റെ ചിഹ്നം മാത്രം ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ചാവി ഓൺ ചെയ്യുന്ന സമയത്ത് ക്ലസ്റ്റർ മീറ്ററിൽ എൻജിൻ, ബാറ്ററി, സ്റ്റീറിങ്, ഫ്യൂവൽ, എയർ ബാഗ്, എൻജിൻ ഓയിലിൻ്റെ ഇങ്ങനെയുള്ള ഒരുപാട് ലൈറ്റുകൾ വരാം. എന്നാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഹാൻഡ് ബ്രേക്കിൻ്റെ വരാം, സീറ്റ് ബെൽറ്റിൻ്റെ വരാം, ഫ്യൂവലിൻ്റെ വരാം. അല്ലാണ്ട് ഒരു ലൈറ്റും നമ്മളുടെ ക്ലസ്റ്റർ മീറ്ററിൽ വരാനായിട്ട് പാടില്ല. അങ്ങനെ എന്തെങ്കിലും ലൈറ്റും കാര്യങ്ങളും ഇപ്പോൾ ഈ ഒരു എൻജിൻ ലൈറ്റ് എൻജിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ഒന്നില്ലെങ്കിൽ സെൻസേഴ്സിൻ്റെ കംപ്ലൈൻറ്റ് ആവാം, അല്ലെങ്കിൽ വയർ ലൂപ്പിൻ്റെ കംപ്ലൈൻറ്റ് ആവാം, അല്ലെങ്കിൽ മറ്റെന്തോ കംപ്ലൈൻറ്റ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ എൻജിൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം സ്റ്റീറിങ്ങിൻ്റെ ഈ ഒരു ചിഹ്നം കത്തി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റീറിങ്ങിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. എൻജിൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ബാറ്ററിയുടെ ഈ ഒരു ചിഹ്നം കത്തി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ബാറ്ററിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ്, ബാറ്ററി ചാർജ് കയറുന്നില്ല, ബാറ്ററി ഡിസ്ചാർജ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മൾ വണ്ടിയുടെ ബോണ്ട് തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും വണ്ടി ഓടിക്കുന്നവർക്ക് ഇതിനെപ്പറ്റിയൊക്കെ അറിയായിരിക്കും. ഇതിന് കോമൺ ആയിട്ട് ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മളുടെ എൻജിൻ ഓയിലിൻ്റെ വിസ്കോസിറ്റി അതിൻ്റെ തിക്നെസ് ചെക്ക് ചെയ്യുക. ഓവറായിട്ടുള്ള തിക്നെസ് ആണ് എൻജിൻ ഓയിലിനുള്ളെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാറായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ അത് വലിയ കുഴപ്പമില്ല എന്നാണ് കാണിക്കുന്നത്. വണ്ടി പെട്രോൾ എൻജിനാണ്. ഓവറായിട്ട് വണ്ടി ബ്ലാക്കായി നിൽക്കുക. ഇപ്പോൾ ഒരു ഡീസൽ വണ്ടി നമ്മൾ എടുക്കണമെങ്കിൽ അതിൻ്റെ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ബ്ലാക്ക് കളറായിരിക്കും. അത് സിന്തറ്റിക് ഓയിൽ ഒഴിച്ചാൽ മാത്രമോ അത്രയും ബ്ലാക്ക് അല്ലാണ്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് നമുക്ക് എൻജിൻ ഓയിൽ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. എൻജിൻ ഓയിൽ തുറന്ന് നോക്കാം, അതിൻ്റെ തിക്നെസ് നോക്കാം. നല്ല രീതിയിൽ കട്ട പിടിച്ച ഒരു രീതിയിലാണ് ഇങ്ങനെ തിക്നെസ് ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ലെയറായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാറായെന്ന് നമുക്ക് മനസ്സിലാക്കാം. എൻജിൻ ഓയിലിൻ്റെ ലെവൽ ചെക്ക് ചെയ്താൽ അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിൻ്റെ എൻജിൻ്റെ കൂളൻ്റ് ചെക്ക് ചെയ്യണത്. എൻജിൻ്റെ കൂളൻ്റെ ലെവൽ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതാണ് എൻജിൻ്റെ കൂളൻ്റെ റിസർവ് ടാങ്ക്. അതിൻ്റെ ലെവൽ ഈ ഒരു ലെവലാണ് നിൽക്കുന്നത്. ഓക്കെ, നമ്മൾ ഇതേ കൂടുതൽ നമ്മൾ വെള്ളം നിറയ്ക്കാനായിട്ട് പാടില്ല. എൻജിൻ്റെ കൂളൻറ്റിൻ്റെ ആ ഒരു ലെവൽ ഒരു മിനിമം ലെവലിൽ തന്നെ നിർത്തണം. എന്നാൽ ഇത് നിറച്ച് നിങ്ങളിപ്പോൾ ഓപ്പൺ ചെയ്തു, ഇതിൽ നിറച്ചും കൂളൻറ്റും കൊണ്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്ലോസ് ചെയ്ത് വണ്ടി ഓടി ടെമ്പറേച്ചർ ആവുന്ന സമയത്ത് ഇത് പുറത്തേക്ക് പോകും. ഇതിലൊരു വാൽവ് വരണുണ്ട്, ഈ സ്വിച്ച് ഈ ഒരു ക്യാപ്പിനൊരു വാൽവ് വരുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്ത് വെള്ളം ഇതിൽ പുറത്തേക്ക് പോകും. അപ്പോൾ ഈ ഒരു ലെവലിൽ തന്നെ നമ്മൾ എൻജിൻ്റെ കൂളൻ്റ് ലെവൽ ചെയ്യണം. അതുപോലെ തന്നെ ക്യാബിനിൽ വരുന്നതാണ് ബ്രേക്കിൻ്റെ ഓയിലിൻ്റെ ലെവൽ എപ്പോഴും ചെക്ക് ചെയ്തിരിക്കണം. എയർ ഫിൽറ്റർ ക്ലീൻ ആണോ ചെക്ക് ചെയ്യണം. ഇതിൻ്റെ റിമൂവ് ടൈപ്പ് അല്ല, നമ്മൾ ഒരു 5000 കിലോമീറ്റർ കൂടുമ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് എയർ ഫിൽറ്റർ. ബാറ്ററിയുടെ തെർമിനൽ എപ്പോഴും നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബാറ്ററി തെർമിനൽ ലൂസാണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയും തന്നെയാണ് നമ്മളൊരു എൻജിൻ്റെ ബോണറ്റ് തുറന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചെക്ക് ചെയ്യേണ്ടതുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. വൈപ്പർ ബ്ലേഡ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ വൈപ്പർ ബ്ലേഡ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്മളുടെ കൈ ഇങ്ങനെ കട്ട് ചെയ്യണ മാതിരി കാണിക്കുക. അപ്പോൾ ഇത് ഒലിഞ്ഞു പോരണില്ല, ആ ഒരു ടൈപ്പിലല്ല, നോർമലാണ്, ഇത്തിരി ഫ്ലെക്സിബിലിറ്റി ആണ് എന്നുണ്ടെങ്കിൽ വൈപ്പർ ബ്ലേഡ് ഓക്കെയാണ്. ഈ വണ്ടിയുടെ വൈപ്പർ ബ്ലേഡ് ഓക്കെയാണ്. AC ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഗ്ലാസ്സിൽ ഫോഗ് പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയും മാത്രം. നമ്മളുടെ AC ഓൺ ചെയ്തതിന് ശേഷം
AC ഓൺ ആണ്. AC ഓൺ ചെയ്തതിന് ശേഷം നമ്മളുടെ ഈ ഒരു ബട്ടൺ നമ്മളെല്ലാവരും കണ്ടിരിക്കും. ഇതിൽ താഴത്തേക്കുള്ള ഫ്ലോ, അതേപോലെ തന്നെ താഴത്തേക്കും മുഖത്തേക്കുമുള്ള ഫ്ലോ, ഏറ്റവും താഴത്തേക്കും മാത്രമുള്ള ഫ്ലോ, താഴത്തേക്കും വൈപ്പറിലേക്കുമുള്ള ഫ്ലോ, ഒരു വൈപ്പറിൻ്റെ ചിഹ്നം കൊടുത്തിട്ട് വൈപ്പറിലേക്കുള്ള ഫ്ലോ എന്ന് കാണിച്ചിട്ടുണ്ട്. വൈപ്പർ എന്ന് ഉദ്ദേശിക്കുന്നത്, വൈപ്പറിൻ്റെ ഒരു ചിഹ്നം കൊടുത്തിരിക്കുന്ന ഉദ്ദേശിച്ചാണിത് വിൻഷീൽഡ് ഗ്ലാസ്സിലേക്കുള്ള ഫ്ലോ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ ആ വിൻഷീൽഡ് ഗ്ലാസ്സിലേക്കുള്ള ഫ്ലോ ഓൺ ചെയ്തിടുക. അപ്പോൾ നമ്മൾ ഫോഗ് പിടിച്ചിരിക്കുന്ന ഫോഗ്, നമ്മളിപ്പോൾ ഒരു തണുപ്പുള്ള സമയത്താണ് അല്ലെങ്കിൽ നമ്മളൊരു മഴയുള്ള സമയത്താണ് വണ്ടിയിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ വണ്ടി ഫോഗ് പിടിക്കും. അപ്പോൾ ഫോഗ് പിടിക്കുന്നത് നമ്മൾക്ക് റിമൂവ് ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ ഒരു ഇതിലേക്ക് ഇട്ടതിന് ശേഷം AC ഫ്ലോ കൂട്ടിയിടുക. അപ്പോൾ ഇതിലേക്ക് ആ ഒരു ACയുടെ ഫ്ലോ ഗ്ലാസ്. ഒരു വണ്ടിക്ക് വേണ്ട ടയർ പ്രഷർ നമുക്ക് എങ്ങനെ അടിക്കാം, അത് എവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അടിക്കാം എന്നാണ്. ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ ടയർ പ്രഷർ നമുക്ക് നോക്കണമെങ്കിൽ മിക്ക വാഹനങ്ങളിൽ ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സൈഡിലായിട്ടൊരു കാണാം, എന്താ ഇതേപോലെ കാണാം. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് 32 PSI ആണ് എയർ പ്രഷർ വേണ്ടത്. ഫ്രണ്ടും ബാക്കും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ടയറിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും ആയിട്ട് എയർ പ്രഷർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 32 PSI, 4 ടയറിലും സെയിം PSI പ്രഷറാണ് വരുന്നത്. 32 PSI ആണ് വേണ്ടത് കേട്ടോ. അടുത്തത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ടയറിൻ്റെ തേയ്മാനം. നമ്മളെല്ലാ 5000 കിലോമീറ്ററിലും ഒരു വാഹനം വീൽ അലൈൻമെൻറ്റ് ചെയ്തിരിക്കണം. അല്ലാത്ത പക്ഷം വൺ സൈഡ് തേയ്മാനം സംഭവിക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വീൽ അലൈൻമെൻറ്റ് നമ്മൾ 5000 കിലോമീറ്ററിൽ ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളും നല്ലപോലെ ഇല്ലെങ്കിൽ നമ്മളുടെ ടയർ, അതായത് ഫ്രണ്ടിലെ ടയർ ഇതേപോലെ ടേൺ ചെയ്ത് നിർത്തിയിട്ട് വൺ സൈഡ് തേയ്മാനം ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുക. ഈ വണ്ടിക്ക് വൺ സൈഡ് തേയ്മാനം ഇല്ല, 2 സൈഡും ഈക്വലായിട്ടാണ് തേയ്മാനം വന്നിരിക്കുന്നത്. അടുത്തത് നമ്മളൊരു വാഹനത്തിൻ്റെ ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലൈറ്റുകളാണ്. ലൈറ്റുകളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. ബ്രേക്ക് ലൈറ്റ്, പാർക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, അസാഡ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്ന് ചെക്ക് ചെയ്യുക. വിൻഷീൽഡ് ഷാമ്പു ചെക്ക് ചെയ്യാം. നമ്മൾ ഗ്ലാസ് ക്ലീൻ ചെയ്യാനായിട്ട് ഒഴിക്കുന്ന ഷാമ്പു, അതിൻ്റെ ഷാമ്പുവിൻ്റെ വാട്ടർ ലെവൽ ചെക്ക് ചെയ്യാം. നമ്മളുടെ ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് നമ്മൾ ഫീസായി, നമ്മൾക്ക് എങ്ങനെ ഹെഡ്ലൈറ്റ് ബൾബ് റീപ്ലേസ് ചെയ്യാം നമ്മൾക്കൊന്ന് ചെയ്ത് നോക്കാം. ഏതൊരു ഹെഡ്ലൈറ്റ് ബൾബും റീപ്ലേസ് ചെയ്യുന്നതിന് നോക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ പൊസിഷനാണ് അറിയാത്തത് എല്ലാവർക്കും. ഇപ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റ് നമ്മളിങ്ങനെ കണ്ടിരിക്കും, പക്ഷേ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ബൾബ് റീപ്ലേസ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണെങ്കിൽ ഇതിൻ്റെ ബാക്ക് വശം നോക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ഹെഡ്ലൈറ്റിൻ്റെ ബാക്ക് സൈഡ്. ആ ബാക്ക് സൈഡിൽ കപ്ലർ കൊടുത്തിട്ടുണ്ടാവും. ഇതാണ് 3 വയറ് വരുന്ന കപ്ലറാണ് ബാക്കിലേക്ക് കാണുന്നത്. ഈ 3 വയറ് വരുന്ന കപ്ലറായിരിക്കും മെയിനായിട്ട് ഹെഡ്ലൈറ്റിൻ്റെ ബൾബിൻ്റെ കപ്ലർ. അപ്പോൾ നമ്മൾ ഈ ഒരു റബ്ബർ കൊടുത്തിരിക്കുന്നത് ഹെഡ്ലൈറ്റ് ബൾബിലേക്ക് വെള്ളം ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഇൻസുലേഷനാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളതിൻ്റെ കപ്ലർ റിമൂവ് ചെയ്യുക. കപ്ലർ റിമൂവ് ചെയ്ത് നമ്മൾ അതിന് ശേഷം ഈ ഇൻസുലേഷനിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ റബ്ബർ വലിക്കുക. അപ്പോൾ അത് വലിച്ചെടുത്തു. അതിനുശേഷം ഇത് ക്ലിപ്പിംഗ് ആണ്, ഇപ്പോൾ വിട്ടിരിക്കുകയാണ്. ഈ ക്ലിപ്പിംഗ് ആണ്, ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് താഴത്തേക്ക് ആക്കുക. അതിനുശേഷം ബൾബ് ഇതേപോലെ പുറത്തേക്ക് എടുക്കുക. ഇങ്ങനെയാണ് നമ്മളൊരു വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ബൾബ് റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിത് ഫീസായെന്ന് വിചാരിക്കാം. അപ്പോൾ അടുത്ത് റീപ്ലേസ് ചെയ്യേണ്ട വിധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ, അതായത് 3ാമത്തെ കാല് മേലേക്ക് വരുന്ന രീതിയിൽ ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ ഉള്ളിലേക്ക് പ്രസ് ചെയ്യുക. ഉള്ളിലേക്ക് കറക്റ്റ് അലൈൻ ചെയ്ത് വീഴ്ത്തണം. ഓക്കെ, വീണു. അതിനുശേഷം ഈ ഒരു ക്ലാമ്പ്, അതായത് ഈ ഒരു ക്ലിപ്പ് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് നമ്മളൊരു ലോക്കിലേക്ക് വീഴും ആ ക്ലിപ്പ്. അതുവരെ നമ്മൾ പ്രസ് ചെയ്ത് നിർത്തുക. അതായത് ഒരു പ്രസ് ചെയ്ത് സൈഡിലേക്ക് നീക്കിയിട്ടുണ്ടെങ്കിൽ ആ ക്ലിപ്പ് ഒരു ലോക്കിലേക്ക് വീഴും. അതിനുശേഷം നമ്മൾ ഈ ഒരു ഇൻസുലേഷൻ ഈ ഒരു ചെറിയ ഹോളിൻ്റെ ആ ഗ്യാപ്പിൽ അതിൻ്റെ കപ്ലർ വരാനുള്ള രീതിയിൽ ഇൻസുലേഷൻ പ്രസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ അയച്ചിരിക്കുന്ന ആ കപ്ലർ വീണ്ടും കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തു. ഇത്രയാണ് ഒരു ഹെഡ്ലൈറ്റ് ബൾബ് റീപ്ലേസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾക്ക് ഒരു വണ്ടിക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ
കാണിച്ചുകൊണ്ട് ഒരു ചെറിയൊരു വീഡിയോ ചെയ്തതാണ്. ഇത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും വരില്ല, കാരണം ബേസിക്കായിട്ട് കാര്യങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് ചിലപ്പോൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാനോ കൂളൻ്റ് ചെക്ക് ചെയ്യാനോ എയർ പ്രഷർ ചെക്ക് ചെയ്യാനോ എയർ പ്രഷർ എങ്ങനെയാണെന്ന് അറിയാനോ അങ്ങനെയുള്ള അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.